ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായി മറ്റൊരു ആഗോള സംഘടനയുണ്ട്. ഗാസയിലെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയൊരു സമാധാന ബോർഡ് അഥവാ പീസ് ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ ഈ ബോർഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും കഴിഞ്ഞു. എന്നാൽ ലോകം ഉറ്റുനോക്കുന്നത് മറ്റൊന്നാണ്. ട്രംപ് ക്ഷണിച്ചിട്ടും ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങൾ എന്തുകൊണ്ട് ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു? ഗാസയിലെ ശാശ്വത സമാധാനം പുനർനിർമ്മിക്കുക എന്ന ട്രംപിന്റെ ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ് ട്രംപ് ഈ പീസ് ബോർഡ്. അതിന്റെ ഒരു പ്രാഥമിക ലക്ഷ്യം തന്നെ അതാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഈ ഒരു നീക്കം നടത്തിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ദാവോസിലെ ചടങ്ങിൽ പങ്കെടുക്കുകയും ബോർഡിന്റെ ചാർട്ടറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. അർജന്റീന, UAE, സൗദി അറേബ്യ തുടങ്ങിയ 13 രാജ്യങ്ങൾ നിലവിൽ ഈ സംരംഭത്തിനൊപ്പമുണ്ട്. എന്നാൽ ട്രംപിന്റെ ഈ സമാധാന നീക്കത്തിന് ആഗോളതലത്തിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. എന്താണ് ഈ പീസ് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറുമൊരു ഉപദേശക സമിതിയല്ല, മറിച്ച് യുദ്ധബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഭരണം പുനഃസ്ഥാപിക്കാനും സാമ്പത്തിക സഹായങ്ങൾ ഏകോപിപ്പിക്കാനുമുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയായിട്ടാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ കൃത്യമായിട്ടുള്ള ചട്ടക്കൂട് ഇപ്പോഴും അവ്യക്തമാണ്. റഷ്യ, തുർക്കി, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ക്ഷണം ലഭിച്ചിട്ടും ഇതിനോട് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയുടെ നിലപാടാണ് ഇതിൽ ഏറ്റവും നിർണായകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് നേരിട്ട് ക്ഷണിച്ചിട്ടും ഇന്ത്യ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സൂചനകൾ പ്രകാരം അങ്ങേയറ്റം സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ ഇന്ത്യ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലും പാലസ്തീനും സുരക്ഷിതമായിട്ടുള്ള അതിർത്തികൾക്കുള്ളിൽ സമാധാനത്തോടെ കഴിയണമെന്ന ദ്വിരാഷ്ട്ര പരിഹാരം, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ നയത്തിൽ തന്നെയാണ് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പെട്ടെന്നുള്ള നീക്കങ്ങളിൽ ഇന്ത്യ തിടുക്കപ്പെട്ട് പങ്കാളിയാകാൻ സാധ്യതയുമില്ല. ഫ്രാൻസ്, UK, ചൈന, ജർമ്മനി എന്ന വൻ ശക്തികളും ഈ നീക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ട്രംപിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. UN-ന്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് ട്രംപിന്റെ ഈ പുതിയ പരീക്ഷണം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. സമാധാനത്തിനായിട്ടുള്ള കൂട്ടായ്മയാണോ ഇത്, അതോ അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള പുതിയൊരു ലോകക്രമം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു പുതിയ വേദിയാണോ ഇത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ വിട്ടുനിൽക്കൽ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ പീസ് ബോർഡിന് മുന്നോട്ടുള്ള പാത അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.